ആ പെൺകുട്ടികളിൽ ഒരാളെ ഞാൻ കണ്ടു. പ്രണയം നടിച്ച് കടുത്ത ശാരീരിക ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുകയും എല്ലാ കാലത്തേക്കും നീണ്ടു നിൽക്കുന്ന ട്രോമയിലേക്ക് അവളെ എടുത്തെറിയുകയും ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിലെ തിരിച്ചു കൊണ്ടുവരാൻ കോൺഗ്രസും UDFും ശ്രമിക്കുന്ന ഈ ദിവസങ്ങളിൽ തന്നെയാണ് ഞാൻ അവളെ നേരിട്ട് കാണാൻ പോയത്. കരുതിയിരുന്നതിനേക്കാൾ തകർന്ന ഒരാളെയാണ് ഞാൻ കണ്ടത്. ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചിട്ടോ ഉറങ്ങിയിട്ടോ ദിവസങ്ങളായിട്ടുണ്ട്. അവളെ കേട്ടപ്പോഴും തെളിവുകൾ കണ്ടപ്പോഴും പുറത്തു വന്നതിനേക്കാൾ എത്രയോ ഗുരുതരമായ കാര്യങ്ങളാണല്ലോ എന്ന ഞെട്ടലാണ് ഉണ്ടായത്. അശാസ്ത്രീയ ഗർഭഛിദ്രവും തുടർ ആരോഗ്യ പ്രശ്നങ്ങളും അവളെ ശാരീരികമായും ഇപ്പോൾ വല്ലാതെ തകർത്തിട്ടുണ്ട്. ഓരോ മണിക്കൂറിലും വന്നുകൊണ്ടിരിക്കുന്ന സൈബർ ആക്രമണങ്ങളും സ്ലട്ട് ഷെയ്മിങ്ങും അവളും അറിയുന്നുണ്ട്. അവളെയും കുടുംബത്തെയും അതൊക്കെ കടുത്ത മനോവിഷമത്തിൽ ആക്കുന്നുമുണ്ട്. എല്ലാ വിഷമങ്ങളും തുറന്നു പറഞ്ഞ് ആ പെൺകുട്ടി പൊട്ടിക്കരഞ്ഞു. ഏറ്റവും ഞെട്ടലുണ്ടാക്കിയ കാര്യം, ഇത്രയ്ക്ക് ക്രൂരമായി ഉപദ്രവിച്ചവരെ മാനേജ് ചെയ്യുവാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായി ഇപ്പോഴും കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അവരെയൊക്കെ അയാൾ ഫോണിൽ വിളിക്കുന്നുണ്ട്, മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ച ഈ പെൺകുട്ടിക്കുണ്ടായ ദുരനുഭവത്തിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയാൽ ഒരാൾക്കും മറിച്ചൊരു നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. നമ്മൾ അവൾക്കൊപ്പം തന്നെ നിൽക്കണം.